അത് കഴിഞ്ഞ് ദൈവാത്മാവ് കാണിച്ച മറ്റൊരു ദർശനം, ആകാശത്തിന്റെ ശക്തികൾ ഇളകുന്നതുപോലെ സംഭവമാണ്. ഹായ് ഓൾ. കഴിഞ്ഞ ദിവസം ദുരന്തോ പ്രവാചകന്റെ കുറുക്കൻ വേലകൾ എന്നൊരു വീഡിയോ പാർട്ട് 1 ഞാൻ നിങ്ങളുടെ മുൻപാകെ പ്രസൻറ്റ് ചെയ്തിരുന്നു. ഇന്നതിൻ്റെ പാർട്ട് 2 ഏവർക്കും സ്വാഗതം. ദുരന്തോ പ്രവാചകൻ നടത്തി എന്ന് പറഞ്ഞിരിക്കുന്ന 2 പ്രവചനങ്ങൾ, അഥവാ പ്രവചനങ്ങളും അതിൻ്റെ നിവൃത്തീകരണങ്ങളുമായി അദ്ദേഹം വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നതിൽ നിന്ന് 2 കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപാകെ കൊണ്ടുവരുന്നത്. ഇതിൻ്റെ ഒന്നാമത്തെ ഭാഗത്തിൽ അദ്ദേഹം ഭൂമിയിൽ ഉൽക്ക വീഴുന്നത് സംബന്ധിച്ചും ആകാശത്തിൽ എന്തൊക്കെയോ ശക്തികൾ ഇളകി മറിയുന്നു, ഇങ്ങനെയുള്ള തരത്തിൽ അദ്ദേഹം നടത്തിയിരിക്കുന്നു. എന്നാൽ തൻ്റെ കള്ളപ്രവചനം നിവൃത്തിയായി എന്ന് സമർത്ഥിക്കാൻ വേണ്ടി ഇദ്ദേഹം വാർത്താമാധ്യമങ്ങളിൽ നിന്നുള്ള ന്യൂസ് കവറുകൾ ഉൾപ്പെടെ താൻ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ, അതാണ് ഞാൻ നിങ്ങളുടെ മുൻപാകെ ഇനി അവതരിപ്പിക്കുന്നത്. ഈ വീഡിയോ കാണുമ്പോൾ അദ്ദേഹം പ്രവചിച്ചിരിക്കുന്ന പ്രവചനങ്ങൾ എന്താണെന്ന് അതിൻ്റെ ഓരോ വാക്കും നിങ്ങൾ സസൂക്ഷ്മം കേൾക്കുക. ശേഷം അത് നിവർത്തിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്ന വീഡിയോയിൽ എന്താണ് വാർത്തയായി ലഭിക്കുന്നത് അല്ലെങ്കിൽ വാർത്തയായി നൽകിയിരിക്കുന്നത്, ഇതും നിങ്ങൾ കാണുക. നിങ്ങൾ തന്നെ വിലയിരുത്തുക എന്തൊക്കെയാണ് ഈ കള്ളപ്രവാചകന്മാർ തങ്ങളുടെ അണികൾ എന്ന് പറയുന്നവരെ വിഡ്ഢികളാക്കാൻ ഉപയോഗിക്കുന്ന തരികിട വേലകൾ അഥവാ കുറുക്കൻ വേലകളെന്ന് മനസ്സിലാക്കുക. ആ വീഡിയോ ഒന്ന് കാണാം. ഞാൻ കാണുന്നത് ആകാശത്തുനിന്ന് ഒരു തീകോളം ഭൂമിയിലേക്ക് വന്ന് വീണു. ഉൽക്ക കത്തി ഭൂമിയിലേക്ക് വന്ന് വീണ് ഭൂമിയിൽ ചില കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു ദർശനം പരിശുദ്ധാത്മാവ് കാണിച്ചു. ആകാശത്തുനിന്ന് തീകോളം വന്ന് ഭൂമിയിലേക്ക്, മനുഷ്യവാസമുള്ള ഭൂമിയിലേക്ക് ഭൂമിയുടെ നേരെ ഒരു ഉൽക്ക വരുന്നു, അപ്പോളോ ഉൽക്ക വരുന്നു. അതും വളരെ വേഗത്തിൽ, ഏതാണ്ട് 65,000 കിലോമീറ്റർ വേഗത്തിലാണ് ഈ ഉൽക്ക വരുന്നത്. ഭൂമിക്ക് ഭീഷണി ഇല്ലെന്നൊക്കെ ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട്. എന്താണ് അതിന്റെ ലേറ്റസ്റ്റ് വിവരം? ഈ ഒരു ആസ്ട്രോയിഡ് ഉൽക്ക, വേണമെങ്കിൽ വാൽനക്ഷത്രം എന്ന് വേണമെങ്കിൽ പറയാം, അത് ഭൂമിക്ക് നേരെ വരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിറയുന്നത്. 65,000-ൽ പരം കിലോമീറ്റർ വേഗത്തിലാണത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 370 അടി ചുറ്റളവുള്ള വലിയ ഒരു പാറ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അത്രയും വലിപ്പമുള്ളൊരു ഇതാണ് വരുന്നത്. 370 അടി എന്ന് പറയുമ്പോൾ വലിയൊരു പാറ തന്നെയാണ് വരുന്നത്. പക്ഷെ അതിൽ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഇത് ഭൂമിയിൽ പതിക്കാൻ ഇടയില്ല എന്ന് തന്നെയാണ്. കാൽക്കുലേഷൻ വെച്ച് അതിനു മുമ്പേ അത് പൊട്ടി തകർന്നു പോകും എന്നാണ്. പക്ഷേ ഇങ്ങനെയുള്ള ഉൽക്ക വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ് അതിനെ മിനിറ്റ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. ആ നിരീക്ഷണം ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അപകട സാധ്യത തീരെ ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കാൽക്കുലേഷനിൽ തെറ്റ് സംഭവിച്ചാൽ ഇതൊക്കെ ഭൂമിയിൽ വന്ന് പതിക്കാനുള്ള സാധ്യത, പണ്ട് ഇങ്ങനെയുള്ളത് വന്ന് പതിച്ചാണ് വലിയ മാറ്റങ്ങൾ ഉണ്ടായെന്ന് മഹാസ്ഫോടനത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായാലും ആ തരത്തിൽ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. എന്തായാലും ഈ ഉൽക്ക വരുന്നു എന്നുള്ളത് ശാസ്ത്രലോകത്ത് വല്ലാത്ത ആകാംക്ഷ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്വർഗം കരുണ കാണിക്കട്ടെ. സ്വർഗത്തിന്റെ കരം നമുക്ക് അനുകൂലമായി വരട്ടെ. ജനത്തിന് മാനസാന്തരം, രൂപാന്തരം ഉണ്ടാകട്ടെ. ജനം ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. ഈ വീഡിയോയിൽ താൻ പ്രവാചകനെന്ന് അവകാശപ്പെടുന്ന ഒരു വ്യക്തി നടത്തുന്ന കള്ളപ്രവചനവും തൻ്റെ പ്രവചനം നടന്നു എന്ന് സമർത്ഥിക്കുന്നതിന് താൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ന്യൂസ് ഭാഗവുമാണ് നമ്മൾ കണ്ടത്. തൻ്റെ അണികളെ വിദഗ്ധമായി മണ്ടൻ കളിപ്പിക്കാൻ, അവരെ വിഡ്ഢികളാക്കുന്നതിന് തൻ്റെ പ്രവചനവും 24 ന്യൂസിൽ നിന്നുള്ള ഒരു വാർത്തയുടെ ഭാഗവും ചേർത്തുകൊണ്ട് പ്രവാചകൻ തന്നെ ഉണ്ടാക്കി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ ആണ് നമ്മളിവിടെ ഇപ്പോൾ കണ്ടത്. അല്പമെങ്കിലും സുബോധമുള്ള ആർക്കും ഇദ്ദേഹത്തിൻ്റെ പ്രവചനവും ഈ വീഡിയോയുടെ ഭാഗം, അഥവാ 24 ന്യൂസിലെ ന്യൂസ് റീഡേഴ്സ് വായിക്കുന്ന ഭാഗവും കൂടെ ഒരുമിച്ച് ഒന്ന് താരതമ്യം ചെയ്ത് അല്ലെങ്കിൽ അതൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇദ്ദേഹത്തിൻ്റെ പ്രവചനവും ഈ വാർത്തയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, അഥവാ അദ്ദേഹത്തിൻ്റെ പ്രവചനത്തിൻ്റെ നിവൃത്തിയല്ല ഈ വാർത്ത എന്നുള്ളത്. 1-2 കാര്യങ്ങളൊന്ന് ശ്രദ്ധയിൽപ്പെടുത്താം. അദ്ദേഹം പറയുന്നത്, തൻ്റെ പ്രവചനത്തിൽ പറയുന്നത്, തീഗോളം പോലെയൊന്ന് ഭൂമിയിൽ മനുഷ്യവാസമുള്ളിടത്ത് വന്ന് പതിക്കുന്നു. 2, ഉൽക്ക ഭൂമിയിൽ വന്ന് വീണിട്ട് ചില കാര്യങ്ങൾ സംഭവിക്കുന്നു. ഈ 2 കാര്യവും നടന്നതായി ഈ വാർത്തയിൽ പറയുന്നില്ല. മറ്റൊരു കാര്യം, ഉൽക്ക വന്ന് വീണിട്ട് ചില കാര്യങ്ങൾ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രവാചകന് അറിയില്ല, അഥവാ പ്രവാചകന് ഈ ദൂത് അല്ലെങ്കിൽ പ്രവചനം കൊടുത്ത ആത്മാവിന് പോലും അറിയില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത്. പക്ഷെ വാർത്ത വായിക്കുന്നവർക്ക് ഇതിനേക്കാൾ വ്യക്തതയുണ്ട്. അവർ പറയുന്നുണ്ട്,
ഏകദേശം 370 അടി വ്യാസമുള്ള ഒരു വലിയ പാറക്കഷ്ണം പോലത്തെ ഒരു ഉൽക്കയാണ് വരുന്നതെന്ന്. മാത്രമല്ല അതിൻ്റെ സ്പീഡും അവർ പറയുന്നുണ്ട്, ഏകദേശം 65,000 കിലോമീറ്റർ സ്പീഡ്. മാത്രമല്ല അവർ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഈ ഉൽക്ക ഭൂമിയിൽ വന്ന് പതിക്കില്ല. എന്നാൽ അവർ പറയുന്നത് എങ്ങനെയാണ്, ഏതെങ്കിലും വിധത്തിൽ കണക്കുകൾ പിഴച്ചാൽ ഇത് വന്ന് പതിച്ചാൽ പണ്ട് ഉണ്ടായിരുന്നു എന്ന് അവർ കണ്ടെത്തിയിട്ടുള്ള, എന്ന് പറഞ്ഞാൽ തെളിയിക്കപ്പെട്ട വസ്തുതകളല്ല, നിഗമനങ്ങളിലുള്ളതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചേക്കാം. പക്ഷേ അവർ തീർത്ത് പറയുന്നുണ്ട്, ഇത് ഭൂമിയിൽ വന്ന് പതിക്കാനുള്ള യാതൊരു സാധ്യതയും ഇല്ല. പ്രവാചകൻ പറയുന്നതിൻ്റെ നേർ വിപരീതമാണ്. അഥവാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവ്യക്തമായിരിക്കെ കുറച്ചുകൂടെ വ്യക്തമായിട്ടാണ് വാർത്ത വായിക്കുന്നവൻ പറയുന്നത് അവൻ്റെ മനുഷ്യാത്മാവിലും പ്രവാചകൻ പറയുന്നത് അവൻ്റെ ദുരാത്മാവിലുമാണെന്നുള്ളതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം. ഇനി ഈ പ്രവചനത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ മറഞ്ഞിരിക്കുന്ന മറ്റൊരു അപകടം കൂടിയുണ്ട്. ഈ പ്രവചനത്തിൻ്റെ സോഴ്സായിരിക്കുന്ന ദുരാത്മാവ് ആളുകളെ മിസ്ഗൈഡ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുത. ഇദ്ദേഹം പറയുന്നത് ഈ തീഗോളം കൊണ്ടും, അഥവാ മനുഷ്യവാസമുള്ളിടത്ത് വന്ന് വീഴുന്ന തീഗോളമായി അദ്ദേഹം കണ്ടതും, പിന്നെ ഉൽക്ക വന്ന് ഭൂമിയിൽ പതിക്കുന്നതും ചില കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ അദ്ദേഹത്തിന് തന്നെ അറിയില്ല എന്താണെന്ന്. ഈ കാര്യങ്ങളാൽ ആളുകൾ പ്രാർത്ഥിക്കണം, ദൈവത്തിന് നമ്മോട് കനിവുണ്ടാകണം. മാത്രമല്ല ഇതെല്ലാം കണ്ട് മനുഷ്യൻ ദൈവത്തെ ഭയപ്പെടണം, രൂപാന്തരപ്പെടണം, ആളുകൾ മാനസാന്തരപ്പെടണം. ഇതൊക്കെയാണ് പ്രവാചകൻ്റെ ആവശ്യങ്ങൾ. വാസ്തവത്തിൽ ഈ കാലഘട്ടം ഇങ്ങനെ ഏതെങ്കിലും ഉൽക്ക അയക്കുന്ന ഒരു ദൈവത്തെ കണ്ട് പേടിച്ച് നിൽക്കേണ്ടവരുടെ കാലഘട്ടമല്ല. ഇങ്ങനൊരു തീഗോളം അയക്കുന്ന ദൈവത്തെ കണ്ട് പേടിച്ച് നിന്ന് അങ്ങനെ മാനസാന്തരപ്പെടേണ്ട ഒരു കാലത്തെ അല്ല നാം ഇന്ന് ഫേസ് ചെയ്യുന്നത്. തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്കായി കാൽവരി ക്രൂശിൽ നൽകിയ സ്നേഹവാനായ പിതാവായ ദൈവത്തെയാണ് നാം തിരിച്ചറിയേണ്ടത്. അല്ലാതെ ഉൽക്ക അയക്കുന്ന, തീഗോളം അയക്കുന്ന, പേടിപ്പിക്കുന്ന, നമ്മളെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് നിർത്തിയിരിക്കുന്ന ഒരു ദൈവത്തെ തിരിച്ചറിയുന്ന കാലമല്ല ഈ കാലം. ഇത് സമാധാന സുവിശേഷത്തിൻ്റെ കാലമാണ്, കൃപയുടെ കാലം. ഇവിടെ പ്രവചനം എന്തിനാണെന്നും അതുപോലെ തന്നെ ദൈവം നൽകിയിരിക്കുന്ന കൃപാവരങ്ങൾ എന്തിനാണെന്നും തിരിച്ചറിയാത്ത ഇത്തരം കള്ളപ്രവാചകന്മാർ വാസ്തവത്തിൽ അണികളെ മണ്ടരാക്കുകയും മറ്റുള്ളവരിലേക്ക് യഥാർത്ഥമായി അതിൻ്റെ പവിത്രതയിലെത്തേണ്ട സുവിശേഷത്തിൻ്റെ ഭംഗി കെടുത്തുകയുമാണ് ചെയ്യുന്നത്. ഇദ്ദേഹം നടത്തിയിരിക്കുന്ന മറ്റൊരു കള്ളപ്രവചനം കൂടി നമുക്കൊന്ന് നോക്കാം. യൂറോപ്പിലെ പല രാജ്യങ്ങളുടെയും സ്ഥിതി മാറാൻ പോകുന്നു. പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. വലിയ കൊടുങ്കാറ്റുകൾ ഇറ്റലി, ഫ്രാൻസ്, ജർമ്മനി ഇങ്ങനെയുള്ള അതിന്റെ അടുത്തുള്ള രാജ്യങ്ങളിൽ വലിയ കൊടുങ്കാറ്റുകൾ ഉണ്ടാകാൻ പോകും. ഒത്തിരി നാശനഷ്ടങ്ങൾ സംഭവിക്കാൻ പോകും. 25th, 2024. Severe weather including tornadoes, hail and floods hit several areas in Italy, especially the city of Rovigo in the Veneto region, on Tuesday. Great fear and damage has occurred due to a tornado that passed through the Rovigo area at around 11:15 p.m. Fierce wind and rain hit several warehouses on the Via Porta Adige, causing several metal sheets to be thrown into the nearby car park at the Olipur shopping center. The debris damaged windows, the bar area and parked cars. The whirlwind swept away metal sheets and other tents, even breaking the branches of some trees. France, June 18, 2024. A tornado struck the town of Carlepont, Oise, in France late on Tuesday, June 18th, causing widespread damage. The tornado formed around 5:30 p.m. in the town of Carlepont near Noyen. The rare weather phenomenon that caused severe damage included damaged roofs, fallen trees and power outages in the affected areas. ഇവിടെ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രവചനവും അത് നടന്നു എന്ന് സമർത്ഥിക്കുന്നതിന് കൊടുത്തിരിക്കുന്ന വീഡിയോസും കാണുമ്പോൾ ഒരുപക്ഷെ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരുടെ ഉള്ളിൽ തോന്നിയേക്കാം, ഇദ്ദേഹം പറഞ്ഞത് ശരിയാണല്ലോ, ഇദ്ദേഹം പ്രവചിച്ചവ നടന്നല്ലോ. ഇവിടെയാണ് ഇദ്ദേഹത്തിൻ്റെ തട്ടിപ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇദ്ദേഹം ഈ വീഡിയോ കൊടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്ന ക്യാപ്ഷൻ, ഹെഡിങ് നിങ്ങൾ വായിച്ചു നോക്കണം. അവിടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പ്രവചന നിവർത്തി,
ബ്രാക്കറ്റ് ഇറ്റലി, ഫ്രാൻസ്, ജർമ്മനി. പിന്നീട് അദ്ദേഹം എഴുതിയിരിക്കുന്നത്, ഒരേ സമയം 3 രാജ്യങ്ങളോട് പ്രവചിച്ച ദൈവശബ്ദം കേൾക്കുന്ന ദൈവശബ്ദത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക, രാജ്യങ്ങൾ കർത്താവിൻ്റെ വരവേണ്ടി ഒരുങ്ങട്ടെ എന്ന് കൊടുത്തിട്ട് അദ്ദേഹം ഒരു ലിങ്കും കൊടുത്തിട്ടുണ്ട്. ലിങ്ക് അദ്ദേഹം പ്രവചിച്ച ദിവസത്തെ ലിങ്കാണ്. 29 ജൂൺ മാസമാണ് ഇദ്ദേഹം ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഇനിയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്, ഇദ്ദേഹം കൊടുത്തിരിക്കുന്ന ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് പോയാൽ ഇദ്ദേഹത്തിൻ്റെ തട്ടിപ്പ് മനസ്സിലാക്കാൻ കഴിയും. ഭൂമി കുലുക്കങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല, ബിൽഡിംഗ് താഴേക്ക് ഇഴന്നു പോകുന്ന ഒരു കാഴ്ച ദൈവാത്മാവിനെ കാണും. ഇദ്ദേഹം അവിടെ കൊടുത്തിരിക്കുന്നത് ഇറ്റലി, ഫ്രാൻസ്, ജർമ്മനി 3 രാജ്യങ്ങളെക്കുറിച്ചുള്ള പ്രവചനമല്ല. പകരം അദ്ദേഹം അവിടെ കൊടുത്തിരിക്കുന്നത് അനേകം രാജ്യങ്ങളെക്കുറിച്ച് ഏകദേശം 15-ലധികം വിഷയങ്ങൾ പ്രവചിച്ചു വച്ചിരിക്കുകയാണ്. അതായത് ഒരു വലിയ ലിസ്റ്റ് തന്നെ ഇദ്ദേഹം പ്രവചിച്ചു വച്ചിരിക്കുകയാണ്. അതിനകത്ത് പ്രധാനമായി 15 കാര്യങ്ങളുണ്ട്. അറബി രാജ്യങ്ങളിൽ ബഹുനില കെട്ടിടങ്ങൾ താഴെ വീഴുന്നു, അമേരിക്കയിൽ ഭൂമികുലുക്കം ഉണ്ടാകുന്നു, യൂറോപ്പിലും ഭൂമികുലുക്കം ഉണ്ടാകുന്നു, പല രാജ്യങ്ങളിൽ സുനാമി ഉണ്ടാകുന്നു, ചില രാജ്യങ്ങളിൽ പ്രസിഡന്റുമാർ കൊല്ലപ്പെടുന്നു, ചില സ്ഥലങ്ങളിൽ വീടുകളുടെ മുകളിലേക്ക് ഫ്ലൈറ്റ് വന്ന് വീഴുന്നു, ഒരിടത്ത് രാജീവ് ഗാന്ധിയും മഹാത്മാഗാന്ധിയും കൊല്ലപ്പെട്ടതുപോലെ ചില നേതാക്കന്മാർ കൊല്ലപ്പെടുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എറണാകുളത്ത് 2-3 ആൾ പൊക്കത്തിൽ ചെളി നിറയുന്നു. പിന്നെ UK-യിൽ, അതായത് ഇംഗ്ലണ്ടിൽ ക്ലൈമറ്റ് ചേഞ്ചായി ചൂട് കൂടും. യൂറോപ്പിൽ പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും പ്രകൃതിക്ഷോഭം ഉണ്ടാകുന്നു. ഇറ്റലി, ഫ്രാൻസ്, ജർമ്മനി എന്നിവിടങ്ങളിൽ കൊടുങ്കാറ്റ്. അടുത്തത് ചൈന, ജപ്പാൻ എന്നീ സ്ഥലങ്ങളിൽ പകർച്ചവ്യാധി വ്യാപരിക്കുന്നു. വീണ്ടും വൈറസ് ഉണ്ടാകുന്നു. ജപ്പാനിലും ചൈനയിലും പ്രകൃതിക്ഷോഭം ഉണ്ടാകുന്നു. ചില രാജ്യങ്ങൾ മറച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങൾ, അതായത് അപകടകരമായ കാര്യങ്ങൾ അവിടെ പ്രകൃതിക്ഷോഭം ഉണ്ടായിട്ട് വെളിപ്പെട്ട് വരുന്നു. ഇങ്ങനെ ലോകരാജ്യങ്ങളെ മൊത്തം ഒരു വലിയ ലിസ്റ്റ് നിരത്തി ഭൂമി കുലുങ്ങുന്നതും സുനാമി അടിക്കുന്നതും പ്രസിഡന്റ് കൊല്ലപ്പെടുന്നതും ഫ്ലൈറ്റ് മറിഞ്ഞു വീഴുന്നതും റോഡിൽ ചെളി നിറയുന്നതും പിന്നെ കാലാവസ്ഥ മാറുന്നതും സൂര്യാഘാതം ഉണ്ടാകുന്നതും പല രാജ്യങ്ങളിലും പ്രകൃതിക്ഷോഭം കാരണം അവിടെ വിവിധമായ പ്രശ്നങ്ങളുണ്ടാകുന്നു. പിന്നെ വീണ്ടും വൈറസ് വരുന്നു, കൊടുങ്കാറ്റ് വരുന്നു, വെള്ളപ്പൊക്കം. നിരവധി സംഭവങ്ങളിൽ നിന്ന് 15 ചക്ക ഇട്ടപ്പോൾ ഒരു മുയൽ ചത്ത പരിപാടിയാണ് ഈ പ്രവചന നിവൃത്തി. സൂപ്പർ തട്ടിപ്പ്. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രവചന ശൈലിയിലെ നാട്ടുകാരെ പറ്റിക്കുന്ന, അദ്ദേഹത്തിൻ്റെ സ്വന്തം അണികളെ പമ്പര വിഡ്ഢികളാക്കുന്ന വഞ്ചന. അദ്ദേഹം പ്രവചിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ കൂടെ പിന്നാലെ ചേർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഞാനിപ്പോൾ പറഞ്ഞ ലിസ്റ്റുകൾ മനസ്സിലാക്കണമെങ്കിൽ. അപ്പം ഇദ്ദേഹത്തിൻ്റെ പ്രവചന നിവൃത്തി എന്ന് പറയുന്നത് 15 ചക്ക ഇട്ടപ്പോൾ അതിലൊരു ചക്കയിൽ മുയൽ ചത്ത സംഭവമാണ്. ഇനി നിങ്ങൾ വീഡിയോ കാണുക. എന്നെ കാണിച്ച ഒരു വെളിപ്പാട്, അറബി രാജ്യങ്ങളിൽ ബഹുനില ബിൽഡിങ്ങുകൾ, ആ ബിൽഡിങ്ങുകൾ നിൽക്കുന്ന എടുത്തുന്ന അടുത്തുള്ള ബിൽഡിങ്ങുകൾ ചിലത് ഭൂമി വിഴുങ്ങിക്കളയുന്നത് പോലെ ഭൂമിയിലേക്ക് ഇരുന്നു പോകും. ഭൂമി കുലുക്കങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല, ബിൽഡിംഗ് താഴേക്ക് ഇരുന്നു പോകുന്ന ഒരു കാഴ്ച ദൈവാത്മാവിനെ കാണിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവാത്മാവ് പറഞ്ഞ പ്രവചന ശബ്ദങ്ങൾ പലതും നടന്നുകൊണ്ടിരിക്കുന്നു, പലതും നടന്നു കഴിഞ്ഞു. എന്നോട് ദൈവം പറയുന്ന ദൈവശബ്ദങ്ങൾക്ക് 100% ഗ്യാരണ്ടി എനിക്കുണ്ട്. ഞാൻ കേൾക്കുന്ന ദൈവശബ്ദമാണ്. ഇത് നിങ്ങൾ കേൾക്കുക, പ്രാർത്ഥിക്കുക, ഷെയർ ചെയ്യുക. അത് കഴിഞ്ഞ് കർത്താവിനെ കാണിച്ച മറ്റൊരു കാര്യം, അമേരിക്കയിൽ, USA-യിൽ വലിയ ഭൂമി കുലുക്കം ഉണ്ടാകാൻ പോകും, എർത്ത് ഷേക്ക്. എന്നെ കാണിച്ച ദർശനം ഇതാണ്. USA-യിൽ ബിൽഡിങ്ങുകളിൽ നിന്നും വീടുകളിൽ നിന്നും മാളുകളിൽ നിന്നും ജനങ്ങൾ ഓടിയിറങ്ങി, ഭയത്തോടെ വിറയലോടെ അവർ ഓടിയിറങ്ങി. റോഡുകളിലും ഗ്രൗണ്ടുകളിലും ജനം ഓടിക്കൂടും. അങ്ങനൊരു കാഴ്ച ദൈവമാനെ കാണിച്ചു. അത് യൂറോപ്പിലെ പല കൺട്രികളിലും ഈ ഒരു സംഭവം ഉണ്ടാകും. അവിടെയുള്ള ജനങ്ങൾ പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞ് ദൈവാത്മാവ് കാണിച്ച അടുത്തൊരു കാര്യം,
പല രാജ്യങ്ങളിലും, ലോകത്തിന്റെ പല രാജ്യങ്ങളിലും സുനാമി ഉണ്ടാകാൻ പോകും. ചില രാജ്യങ്ങളിലേക്ക് സുനാമി തള്ളിക്കയറി ചില രാജ്യങ്ങളുടെ ചില ഭാഗങ്ങൾ ഇല്ലാതെയാണ്. ആ വിധത്തിൽ വലിയ സുനാമികൾ രാജ്യങ്ങളിൽ ഉണ്ടാകാൻ പോകും. ദൈവം വീണ്ടും എന്നെ കാണിച്ച മറ്റൊരു കാര്യം, ചില രാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ അപകട മരണങ്ങൾ അവർക്ക് സംഭവിക്കും. അവരുടെ യാത്രയിൽ അവർക്ക് അപകട മരണങ്ങൾ സംഭവിക്കും. ചില രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളുടെ നേതാക്കൾ, പ്രസിഡന്റുമാർ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടും. ദൈവം പുതിയതിനെ അപ്പോയിന്റ് ചെയ്യും. അത് ഇന്ത്യയിലും മറ്റു രാജ്യങ്ങളിലും ആ ഒരു സംഭവം ഉണ്ടാകും. അത് കഴിഞ്ഞ് ദൈവാത്മാവ് മറ്റൊരു ദർശനം എന്നെ കാണിച്ചത്, ഫ്ലൈറ്റ് ആക്സിഡന്റ് ആവും. എന്നെ കാണിച്ചത് ഇങ്ങനെയാണ്, ഒത്തിരി ബിൽഡിങ്ങുകൾ കൂടി നിൽക്കുന്ന ഒരു പട്ടണം, ആ ബിൽഡിങ്ങുകളുടെ മുകളിലേക്ക് ഒരു ഫ്ലൈറ്റ് വന്ന് വീഴുന്നു. നൂറുകണക്കിന് ആൾക്കാർ ലോകത്തുനിന്ന് മാറ്റപ്പെടുന്ന ഒരു ഫ്ലൈറ്റ് ആക്സിഡന്റ് ഉണ്ടാകാൻ പോകും. മറ്റൊന്ന് ദൈവാത്മാവിനെ കാണിച്ചത്, രാജീവ് ഗാന്ധിയും മഹാത്മാഗാന്ധിയും മരണപ്പെട്ടതുപോലെ ചില മരണങ്ങൾ ഇന്ത്യയിലും മറ്റു രാജ്യങ്ങളിലും സംഭവിക്കും. അടുത്ത ദൈവാത്മാവ് എന്നെ കാണിച്ച മറ്റൊരു വെളിപ്പാട്, എറണാകുളം പട്ടണം, ആ പട്ടണത്തിന്റെ റോഡുകളിൽ 1-2 ആൾ ഹൈറ്റിൽ റോഡിൽ ചെളി കൊണ്ട് നിറയും. വ്യക്തമായി ഞാൻ കണ്ട ദർശനമാണ്. കേരളത്തിന്റെ മെയിൻ പട്ടണമായ എറണാകുളം പട്ടണം, റോഡുകൾ, ഹൈവേ 1-2 ആൾ ഹൈറ്റിൽ ചെളി കൊണ്ട് മൂടും. വീണ്ടും പരിശുദ്ധാത്മാവിനെ കാണിച്ച മറ്റൊരു കാര്യം, UK, ഇംഗ്ലണ്ടിൽ ആ രാജ്യത്തിന്റെ ക്ലൈമറ്റ് ചേഞ്ച് ആകും. UK-യുടെ ക്ലൈമറ്റ് ചേഞ്ച് ആകാൻ പോകും. വ്യക്തമായി എന്നെ ദൈവാത്മാവ് കാണിച്ച വെളിപ്പാടാണ് ഞാൻ പറയുന്നത്. ഇന്നുവരെയും ആ രാജ്യത്തിന്റെ ക്ലൈമറ്റ് ചേഞ്ച് ആകാൻ പോകും. ഇന്ന് വരെ ആ രാജ്യത്ത് ഭയങ്കര കൊടും തണുപ്പാണ്. എന്നാൽ ഇനി അവിടെ ഉണ്ടാകുന്നത് അറബ് രാജ്യങ്ങളെ പോലെ കഠിനമായി ചൂടായിരിക്കും. അതുപോലെ അവിടുത്തെ പ്രകൃതി ചേഞ്ച് ആകാൻ പോകും. അത് കഴിഞ്ഞ് ദൈവാത്മാവ് കാണിച്ച മറ്റൊരു ദർശനം, യൂറോപ്പിലെ പല രാജ്യങ്ങളുടെയും സ്ഥിതി മാറാൻ പോകുന്നു. പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. വലിയ കൊടുങ്കാറ്റുകൾ, ഇറ്റലി, ഫ്രാൻസ്, ജർമ്മനി, ഇങ്ങനെയുള്ള അതിന്റെ അടുത്തുള്ള രാജ്യങ്ങളിലും വലിയ കൊടുങ്കാറ്റുകൾ ഉണ്ടാകാൻ പോകും. ഒത്തിരി നാശനഷ്ടങ്ങൾ സംഭവിക്കാൻ പോകും. അത് ഈ ദൈവാത്മാവിനെ കാണിച്ച മറ്റൊരു കാര്യം, പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയം, ചൈന, ജപ്പാൻ, ഈ രാജ്യങ്ങൾക്ക് വേണ്ടി ദൈവമക്കൾ പ്രാർത്ഥിക്കുക. കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ പകർച്ചവ്യാധിയെക്കാളും അതിഭയങ്കരമായ ഒന്ന് ദൈവാത്മാവിനെ കാണിച്ചു. ജീവനുള്ള മനുഷ്യ ശരീരങ്ങൾ വെന്തുരുകുന്ന പോലെയുള്ള വൈറസ് ബാധ ഉണ്ടാകാം. ജീവനുള്ള മനുഷ്യ ശരീരങ്ങൾ വെന്തുരുകുന്നത് പോലെ, അഴകി മറന്ന പോലെ. ഞാൻ കാണുന്ന എങ്ങനെയാണ്,
കുഷ്ഠം പിടിച്ച ഒരാള്, അവരുടെ ശരീരത്തിൽ നിന്ന് ത്വക്കും മാംസവും അലുത്തു പോകുന്നത് പോലെ അങ്ങനെ ഒരു വൈറസ് നിമിത്തം ജനങ്ങളുടെ ശരീരത്തിൽ നിന്ന് മാംസങ്ങൾ ഉരുകി മാറും. പ്രത്യേകം ഈ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ രാജ്യങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന ജപ്പാൻ, ചൈന, ഈ രാജ്യങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന പ്രകൃതി ക്ഷോഭങ്ങൾ നിമിത്തം, പ്രകൃതി ദുരന്തങ്ങൾ നിമിത്തം അവർക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാതെ ചില കാര്യങ്ങൾ സംഭവിക്കും. ചില രാജ്യങ്ങൾ, ഞാൻ അങ്ങനെ പറഞ്ഞു വിടുന്നു, ചില രാജ്യങ്ങൾ മറച്ചു വെച്ച ചില കാര്യങ്ങൾ, മറച്ചു സൂക്ഷിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് പിടിവിട്ടു പോകുന്നത് പോലെ സംഭവിക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ അവർക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ അത് പിടിവിട്ടു പോകും. കേട്ടല്ലോ. ഇദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങൾ അവസാനിച്ചതുകൊണ്ട് ഇവിടെ നിർത്തിയതല്ല. ഇദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങൾ ലോകരാജ്യങ്ങളെക്കുറിച്ച് ഇനിയും അനേക രാജ്യങ്ങളെ അഡ്രസ്സ് ചെയ്ത് തന്നെ അദ്ദേഹം പ്രവചിച്ചിരിക്കുന്നുണ്ട്. എന്നാൽ തന്നെ ലോകരാജ്യങ്ങൾ എന്ന് പറയുന്ന ആ പ്രത്യേക പദം ഇടയ്ക്കിടെ ഉപയോഗിക്കുന്നതുകൊണ്ട് ലോകത്തിൽ എന്ത് നടന്നാലും അത് ഇദ്ദേഹത്തിൻ്റെ പ്രവചനത്തിൻ്റെ അകത്ത് വരും. ആ നിലയിൽ അദ്ദേഹം എല്ലാത്തിനും ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചില രാജ്യങ്ങളിൽ ചില കാര്യങ്ങൾ നടക്കും. ചില കാര്യങ്ങൾ നടക്കുമ്പോൾ അവിടെ മറച്ചു വെച്ച ചില കാര്യങ്ങൾ പിടിവിട്ട് പുറത്തു വന്ന് മറ്റു ചില കാര്യങ്ങൾ നടക്കും. ഇതിങ്ങനെ കിടക്കുകയാണ്, അന്തവും അറ്റവുമില്ലാതെ. ഇനിയിപ്പോൾ ഏതാനും ചില ഭാഗങ്ങൾ വിട്ടുപോയത്, അതായത് ആമസോൺ കാടും ടൈഗ്രീസ് വനങ്ങളും സൂയസ് കനാലും കൊങ്കൺ തുരങ്കവും പിന്നെ പാണ്ടിപ്പുഴയും അച്ചൻകോവിലാറും പോലെയുള്ള സ്ഥലങ്ങളുമൊക്കെ ഒന്ന് കുറച്ച് അതിൻ്റെ തീരങ്ങളും കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ഭൂമിയിലുള്ള ഏകദേശം സ്ഥലങ്ങളൊക്കെ തീരും. എല്ലാം ഇദ്ദേഹത്തിൻ്റെ പ്രവചനത്തിനകത്ത് വരും. അതിനുശേഷം ഇനി അന്യഗ്രഹങ്ങളിലേക്ക് ഒരു പ്രവേശനമുണ്ട് എന്ന് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരത്തിൽ യാതൊരു തുമ്പുമില്ലാത്ത പ്രവചനം നടത്തി ഈ തരത്തിൽ ഇതെല്ലാം പ്രവചനമാണെന്നും എന്നിട്ട് കണ്ട വാർത്താ മാധ്യമങ്ങളിൽ കണ്ണും നട്ടിരുന്ന് അവിടെ എവിടെയും കിട്ടുന്ന വാർത്ത എടുത്ത് തൻ്റെ ഏതെങ്കിലും പ്രവചനത്തിൻ്റെ ഒരു ഭാഗത്തോട്ട് ഒട്ടിച്ചു വെച്ചിട്ട് ഇത് പ്രവചന നിവൃത്തിയാണ് എന്ന് പറയുന്ന ഒരു പ്രത്യേക തരം മനോവിഭ്രാന്തിയാണിത് എന്ന് വേണം മനസ്സിലാക്കാൻ. ബൈബിളിലെ പ്രവാചകന്മാരാരും തങ്ങൾ നടത്തിയ പ്രവചനങ്ങൾ നിറവേറി എന്നത് സ്ഥാപിക്കാൻ വേണ്ടി യാതൊരു ശ്രമങ്ങളും നടത്തിയിട്ടില്ല. പ്രവാചകന്മാർ തങ്ങൾ പ്രവചിച്ചിരിക്കുന്ന വസ്തുതകളെ അതിന് നിവൃത്തിയോർത്ത് ഭാരപ്പെടാറുമില്ല. പ്രവചനം ദൈവാത്മാവിലാണെങ്കിൽ ആ പ്രവചനത്തിൻ്റെ ഉദ്ദേശം, അത് നിറവേറിയാലും ഇല്ലെങ്കിലും ആ പ്രവചനത്തിൻ്റെ ഉദ്ദേശം നൽകിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഥവാ ദൈവത്തിൻ്റെ കരത്തിലുള്ള കാര്യമാണ്. അതുകൊണ്ട് ഒരു പ്രവാചകൻ സ്വയം പ്രവാചകനാണെന്ന് അവകാശപ്പെടുകയും എന്തെങ്കിലുമൊക്കെ പേക്കൂത്ത് വിളിച്ചു പറയുകയും ഏതെങ്കിലുമൊക്കെ അറ്റവും മൂലയും മുറിച്ചെടുത്ത് തൻ്റെ പ്രവചനത്തിൻ്റെ അവിടെയും എവിടെയും ഒട്ടിച്ചു വെച്ചിട്ട് ഇത് തൻ്റെ പ്രവചന നിവൃത്തിയാണ് എന്ന് പറയുന്ന ഈ വൈകല്യം, ഇത് ദൈവാത്മാവിനാലുള്ളതല്ല എന്ന് സുബോധമുള്ളവർ തിരിച്ചറിയുക. ഒരു വാക്ക് പ്രവാചകനോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. താങ്കൾ കാണുന്ന എല്ലാ പേക്കൂത്തുകളും ഇത്തരം ഭീതിപ്പെടുത്തുന്ന സ്വപ്നങ്ങളും മറ്റും ഇത് പ്രവചനങ്ങളാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഒരുപക്ഷെ താങ്കൾ വല്ല ഹൊറർ സിനിമയൊക്കെ കണ്ട് കിടന്നുറങ്ങുന്നതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ കാണുന്നത്. അതുകൊണ്ട് അത്തരം ദുഷിച്ച സ്വഭാവങ്ങൾ വിട്ടുകളയുക. എന്നിട്ട് പ്രാർത്ഥിച്ച് കിടക്കണം. ദുർസ്വപ്നങ്ങൾ കാണാനിടയാക്കല്ലേ. ഇത്തരം പേക്കൂത്തുകൾ വന്ന് കണ്ട് പേടിച്ച് എന്തെങ്കിലുമൊക്കെ പിച്ചും പേയും പറയാനുള്ള സാഹചര്യം ഉണ്ടാക്കല്ലേ എന്നൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കില്ലേ. അതുപോലെ താങ്കളും പ്രാർത്ഥിച്ച് കിടക്കണം. അപ്പോൾ ഇത്തരം ഈ ഇടിയുന്നതും തകരുന്നതും മുടിയുന്നതും ബോംബ് പൊട്ടുന്നതും ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നതും ഭൂമി ഉലുങ്ങുന്നതും ഈ കാര്യങ്ങളല്ലാതെ കുറച്ച് സമാധാനവും സന്തോഷവുമുള്ള നല്ല സ്വപ്നങ്ങളൊക്കെ കാണാൻ ദൈവം സഹായിക്കും. ദയവ് ചെയ്ത് താങ്കൾ പറയുന്ന പ്രവചനത്തെ കൊണ്ട് ദൈവവചനത്തിൻ്റെ യഥാർത്ഥ പ്രവാചകന്മാരെയും പ്രവചനങ്ങളെയും ദൈവസഭയ്ക്ക് ദൈവം അതിൻ്റെ സഭയുടെ ആത്മിക വർധനവിന് നൽകിയ പ്രവചന ശുശ്രൂഷയും പരിഹസിക്കരുത്.